പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ നമ്മൾ നോക്കുന്നത് ട്രംപ് ഇന്ത്യയെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇന്ത്യ കൺഫേം ചെയ്യാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ്, റഷ്യൻ ഓയിൽ വാങ്ങുന്നതിൽ നിന്നും ഇന്ത്യ പിന്മാറുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏത് സാഹചര്യത്തിലാണ് വാഷിംഗ്ടൺ ഡി സിയിൽ നിന്നും പുറത്തു വരുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ട്രംപും മോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയോ ചോദിച്ചാൽ ഇല്ല. പക്ഷേ ട്രംപും മോദിയും തമ്മിൽ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട് പീസ് 2025 ബന്ധപ്പെട്ട ആ ക്ഷണം ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പീസ് അക്കോർഡ് നിലവിൽ വരുന്നതിൻ്റെ സാഹചര്യത്തിൽ പ്രൈം മിനിസ്റ്റർ നെതന്യാഹുവിനും അതേപോലെ പ്രസിഡന്റ് ട്രംപിനും ഒരു കോൾ ഇന്ത്യയിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ കോളായിരുന്നു. ഈ കോൾ ട്രംപുമായിട്ട് സംസാരിച്ച സമയത്ത് ട്രംപിൻ്റെ വൈറ്റ് ഹൗസിൽ നിന്നും ഈ റഷ്യൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചെറിയൊരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. ആ ഡിസ്കഷനിൽ പറഞ്ഞു വെച്ച വിഷയം എന്ന് പറഞ്ഞാൽ, ഈ അമേരിക്കയുടെ സൈഡിൽ നിന്ന് വാങ്ങിയാൽ മതി എന്നൊക്കെ ഇന്ത്യക്ക് താല്പര്യമുണ്ട്, പക്ഷേ അത് ഇന്ത്യയുടെ വ്യാപാരത്തിനെ അത് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ള ആ ഒരു വിഷയത്തിനെ മാനിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് റഷ്യയുമായിട്ട് ഓയിൽ വാങ്ങുന്നത്. ഇനി അഥവാ കുറയ്ക്കണമെങ്കിൽ തന്നെയും അങ്ങനെ ഇമീഡിയറ്റ് ആയിട്ട് കുറയ്ക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ അതിനെ നേരെ മറിച്ച് ട്രംപ് എടുത്ത് ഈ രീതിയിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. ട്രംപ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര വിദഗ്ധനാണ്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, പാകിസ്ഥാൻ്റെ ഉള്ളിൽ എന്തുമാത്രം ലഹളയാണ് നടക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കൂ, ഈ ഈജിപ്തിലേക്ക് ഷഹബാസ് ഷെരീഫ് വന്നിട്ട് ആ പ്രസ്താവനയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ കത്തിയമരുന്നത്. ട്രംപിന് മറ്റുള്ള രാജ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പാകിസ്ഥാനെയോ പാകിസ്ഥാന്റെ ജനങ്ങളെയോ ഇന്ത്യയോ ഇന്ത്യയുടെ ജനങ്ങളെയോ കുറിച്ച് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ലോകത്ത് മറ്റുള്ള ഒരു ജനങ്ങളെയും കുറിച്ച് ചിന്തിക്കാനല്ല ട്രംപിന്റെ ജോലി. ഷഹബാസ് ഷെരീഫ് അവിടെ നിന്ന് പറഞ്ഞ വിഡ്ഢിത്തരമുണ്ടായിരുന്നു. മില്യൺ കണക്കിൽ വരുന്ന ജനങ്ങളുടെ ജീവനാണ് ട്രംപ് രക്ഷപ്പെടുത്തിയത് എന്നുള്ള രീതിയിൽ. അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കാനുള്ള ആ ഒരു മോഡിലായിരുന്നു. ഏതാണ് പാകിസ്ഥാൻ? ഷഹബാസ് ഷെരീഫ് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് പോക്കറ്റിൽ കൊണ്ടു നടക്കുകയാണ് ആണവായുധം. അവർ പെട്ടെന്ന് എടുത്തങ്ങ് എറിയും. ആണവായുധം ഇന്ത്യയുടെ മേലിൽ പ്രയോഗിക്കാനിരുന്ന ആ ഒരു സാഹചര്യത്തിൽ മില്യൺ കണക്കിൽ ജനങ്ങളെ രക്ഷപ്പെടുത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇടപെട്ടുകൊണ്ട് ട്രംപ് വന്നിട്ട് ഈ ഒരു യുദ്ധത്തിന് അറുതി ഉണ്ടാക്കി. അതാണ് പറഞ്ഞു വെക്കുന്നത്. PM മോദി, അതായത് പ്രൈം മിനിസ്റ്റർ മോദി അഷ്വർഡ് ദാറ്റ് വിൽ നോട്ട് ബി ബൈയിങ് ഓയിൽ ഫ്രം റഷ്യ. ഇതാണ് പറഞ്ഞു വെച്ച സ്റ്റേറ്റ്മെന്റ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ തൊട്ട് താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങുന്നത് നിർത്തിയോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിന്റെ ഒരു ആൻസർ കൂടിയാണിത്. ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ അർത്ഥം വാങ്ങുന്നത് നിർത്തില്ല എന്ന് തന്നെയാണ്. PM മോദി സേസ് കനോട്ട് ഇമീഡിയറ്റ്ലി സ്റ്റോപ്പ് ബൈയിങ് റഷ്യൻ ഓയിൽ. ഉടനെ എങ്ങും നിർത്താൻ കഴിയില്ല. അതിന് കുറച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ചില പ്രൊസീജിയേഴ്സൊക്കെ അതിന് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആ പ്രോസസ്സൊക്കെ നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ കഴിയൂ എന്നാണ് പറഞ്ഞു വെച്ചത്. അത് ഏറ്റവും വൈകാതെ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. വെരി സൂൺ അതിലൊരു തീരുമാനം ഉണ്ടാവും എന്ന് കരുതുന്നു. എന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ട് തരത്തിലെടുക്കാം. ഒന്നെങ്കിൽ അമേരിക്കയുടെ ലാംഗ്വേജിൽ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇതിനെ മനസ്സിലാക്കാം, ഇന്ത്യ ചില ബദൽ മാർഗങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് റഷ്യൻ ഓയിൽ വാങ്ങുന്നതിൽ നിന്നും വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, വൈകാതെ ചെയ്യും എന്നുള്ള രീതിയിൽ അമേരിക്കയ്ക്ക് എടുക്കാം. പക്ഷേ ഇന്ത്യക്ക് എങ്ങനെ എടുക്കാം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിലവിലെ ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങുന്നതിൽ നിൽക്കുന്ന പ്രശ്നം എന്താണ്? പ്രധാനപ്പെട്ട പ്രശ്നം റഷ്യ ഉക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധം. ഈ യുദ്ധം നിന്ന് കഴിഞ്ഞാൽ, ഈ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊരു സീസ് ഫയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നം തീർന്നേ. അപ്പം ഇന്ത്യ അതാണ് ഉദ്ദേശിക്കുക. ഏതാണ്? യുദ്ധം തീർന്നാൽ പിന്നെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളില്ലല്ലോ, ഈ കോലാഹലങ്ങളില്ലല്ലോ. പിന്നെ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങണം, റഷ്യയിൽ നിന്ന് വാങ്ങണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലൊന്നും യാതൊരു പ്രസക്തിയില്ല. ഇപ്പം യുദ്ധം നടക്കുന്നത് കൊണ്ട് മാത്രമാണല്ലോ ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. ഇപ്പം ഇന്ത്യ ഇതിന് ഇങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഇത് അമേരിക്ക നേരെ തിരിച്ചാണ് മനസ്സിലാക്കുന്നത്. ഇതിനെ അമേരിക്കയ്ക്ക് വേണ്ട രീതിയിൽ അവർ വളച്ചൊടിച്ചുകൊണ്ടാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ നിന്നും ഈ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ ആഘോഷമാക്കിയിട്ട് പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറയുന്നുണ്ട്. ഇന്ത്യ നോട്ട് ബൈയിങ് ഓയിൽ ഫ്രം റഷ്യ, ഇറ്റ്സ് എ ബിഗ് സ്റ്റോപ്പ്. ഇത് വലിയൊരു ചേഞ്ച് ആണെന്നാണ് പറയുന്നത്. ഒരു ബിഗ് സ്റ്റോപ്പാണ് അമേരിക്കയ്ക്ക്. അമേരിക്ക എന്തോ വലിയ അച്ചീവ്മെന്റ് നടത്തി തീർത്തതായിട്ട് സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് ട്രംപ്. ഇനി ഇതിലുപരിയായിട്ട് ചൈനയും ഞങ്ങൾ ഇതേ മാർഗത്തിലൂടെ കൊണ്ടുവരും എന്നും കൂടി പറയുന്നുണ്ട്. അതായത് റഷ്യക്ക് മേളിൽ ഏറ്റവും വലിയ പ്രഷർ ഇടുന്നതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. അതായത് അവർ പറഞ്ഞു വെക്കുന്നത്, ഗാസ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിച്ചു, അപ്പോൾ അത് ഇനിയുള്ള ഫോക്കസ് എന്ന് പറഞ്ഞാൽ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവിടെ ഏറ്റവും വലിയ രീതിയിൽ ഒരു ഹൈ പ്രഷർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ഇന്ത്യയും ചൈനയും ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റുകളിലൂടെ. ഇന്ത്യ എങ്ങനെ മാറണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, ചൈന എങ്ങനെ ആവണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നതുള്ളതും കൂടി അവർ പറയുന്നു. അവസാനം ഈ പോയിന്റും കൂടി പറയുന്നുണ്ട്. അതായത് റഷ്യ കോംപ്രമൈസ് ചെയ്ത് യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് വേണമെങ്കിൽ അവർക്ക് തിരികെ പോയി വാങ്ങാം, ആ രീതിയിലും കൂടി പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇതിന്റെ ചുരുക്കം. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് വളച്ചൊടിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ, ഇതിനെ തുടർന്ന് രണ്ട് ഭീഷണി ഇന്ത്യക്ക് നേരെ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്ന്, മോദി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പേഴ്സൺ ആണ് എന്നുള്ള രീതിയിലൊക്കെ ഉയർത്തി സംസാരിക്കുകയും അത് പൊക്കി അടിച്ച് സംസാരിക്കുകയും, എന്നിട്ട് അതിലൂടെ അയാളുടെ പൊളിറ്റിക്കൽ കരിയറിന് ഒരു പ്രശ്നമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരാണ്? ട്രംപ് ആഗ്രഹിക്കുന്നില്ല. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഉടനെ മറ്റുള്ളവർ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് ഇന്ത്യക്കുള്ളിൽ അമേരിക്ക മറ്റുള്ള രാജ്യമോ അല്ലെങ്കിൽ ജൻസി പ്രൊട്ടസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്ത്
ഭരണം അട്ടിമറിക്കും എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അർത്ഥം ഇന്ത്യക്ക് മേളിൽ കനത്ത സമ്മർദ്ദം ഇടുക, സാങ്ഷൻസ് കൊണ്ടുവരിക, പല രീതിയിലും ഇന്ത്യയെ എക്കോണമിക്കലി തകർക്കാൻ ശ്രമിക്കുക, പല ഗ്ലോബൽ പവറുകളെ ഉപയോഗിച്ചുകൊണ്ട് യൂറോപ്പ് മേഖലയിൽ നിന്ന് ഇന്ത്യ ഒറ്റപ്പെടുത്തുക, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് യൂറോപ്പിനടുത്ത് പറയുകയാണ് ഇന്ത്യയെ മാറ്റി നിർത്താൻ, യൂറോപ്പ് സമ്മതിക്കുന്നില്ല. എന്നാൽ യൂറോപ്പിൻ്റെ മേളിൽ കടുത്ത സമ്മർദ്ദം കൊണ്ടുവരികയാണ്. അതായത് അമേരിക്കയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു കീ ഫാക്ടർ ഉണ്ടാവും യൂറോപ്പ് നേടുന്ന, ആ നേട്ടത്തിലേക്ക് കൈവെക്കും. അങ്ങനെ കൈവെക്കുമ്പോഴത്തേക്കും യൂറോപ്പിന് വഴങ്ങേണ്ടി വരും. മനസ്സിലായി? അപ്പം ഇങ്ങനെയൊക്കെ പല രാജ്യങ്ങളെയും അവർക്ക് അവരുടെ വരുതിക്ക് വരുത്താൻ കഴിയും. കാരണം ഈ രാജ്യങ്ങളൊക്കെ വലിയ തോതിൽ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ശക്തമായ നടപടികൾ ഇടുമ്പോഴത്തേക്കും ഇന്ത്യ ഒന്ന് പതറും എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പതറുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ ഓപ്പോസിറ്റ് പാർട്ടികൾ വെറുതെ ഇരിക്കത്തില്ലല്ലോ. അവർ തീർച്ചയായിട്ടും ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കും. അത് ഏത് രാജ്യത്തും അങ്ങനെ തന്നെയാണ്. ഏത് ഡെമോക്രാറ്റിക് രാജ്യത്തും ഇത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അപ്പം ഇത് പ്രതിപക്ഷ പാർട്ടികൾ ഇത് മുതലെടുക്കും. അങ്ങനെ ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധങ്ങളും റാലികളും ഇതൊക്കെ സംഘടിപ്പിക്കും. അങ്ങനെ ഒരു ജനപിന്തുണ. അപ്പം അങ്ങനെ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ അപ്രൂവൽ റേറ്റിംഗിൽ ചെറിയ ഇടിവുകളൊക്കെ വരുത്താൻ സാധിക്കും. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി നെക്സ്റ്റ് ഇലക്ഷനിലേക്ക് ഒരു റീപ്ലേസ്മെന്റ് എന്നുള്ള നിലയിലായിരിക്കും ഉദ്ദേശിക്കുക. ഇങ്ങനെയാണത് സംഭവിക്കുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഭീഷണി സ്വരത്തിലാണ് ട്രംപ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം നിങ്ങൾ റഷ്യ ഓയിൽ നിർത്തിയിട്ട് അമേരിക്കയുടെ സൈഡിൽ നിന്നും എണ്ണ വാങ്ങിക്കണം, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്നാലാകുന്ന എല്ലാവിധ മാർഗ്ഗങ്ങളും ഞാൻ ഉപയോഗിച്ച് നിങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കും എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. രണ്ടാമതൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ വെച്ചിട്ടാണ്. പാകിസ്ഥാൻ ഈജിപ്തിൽ ഷർമൽ ഷെയ്ഖ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഷഹബാസ് ഷെരീഫിനെ വളരെ സർപ്രൈസ് ആയിട്ട് വിളിച്ചിട്ട് മൈക്ക് കൊടുത്തിട്ട് സംസാരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് മില്യൺ കണക്കിന് ജനങ്ങളുടെ ജീവൻ സംരക്ഷിച്ച ഡൊണാൾഡ് ട്രംപ്, ഇല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മില്യൺ കണക്കിൽ ജനങ്ങളുടെ ജീവൻ എടുക്കുമായിരുന്നു എന്നാണ് ഷഹബാസ് ഷെരീഫ് അവിടെ പറഞ്ഞു വെച്ചത്. അതിന് ശരിവെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറയുന്നുണ്ട്. അതായത് ഞാനില്ലായിരുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിച്ചേനെ ഇന്ത്യയുടെ മേളിൽ എന്നാണ് ആ ഒരു ഇൻഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ട്രംപ് പാകിസ്ഥാനെയും കൂടി ഉപയോഗിക്കും എന്നും കൂടി പറയാതെ പറയുന്നുണ്ട്. പക്ഷെ പാകിസ്ഥാൻ ഈജിപ്തിൽ ഷർമൽ ഷെയ്ഖിൽ ട്രംപിന് പിന്തുണ നൽകിയതിൻ്റെ പേരിൽ ആ രാജ്യം കിടന്ന് പുകയുകയാണ്, കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ട്രംപിനോ അല്ലെങ്കിൽ ആർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഇതിന് കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കൊടുക്കുക തന്നെ വേണം. കാരണം അവരുദ്ദേശിക്കുന്ന മറ്റു പല രാജ്യങ്ങളെ പോലെ അല്ല ഇന്ത്യ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഇതിനൊരു മറുപടി കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യ അതിലുപരിയായിട്ട് ഒഫീഷ്യലി ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ വെക്കാം, ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. ഇന്ത്യൻ ഗവൺമെന്റിനെ അങ്ങ് മറിച്ച് കളയുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അതിനൊന്നും ഇതിനകത്ത് മറുപടി ഒന്നും വന്നിട്ടില്ല. പക്ഷെ അതിലുപരിയായിട്ട് ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറുപടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇത് പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്തായാലും ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള രൺധീർ സിംഗ് ജയ്സ്വാലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടർ ഓഫ് ഓയിൽ ആൻഡ് ഗ്യാസ്. It has been our consistent priority to safeguard the interest of the Indian consumer in a volatile energy scenario. Our import policies are guided entirely by this objective. അതായത് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അതായത് ഇന്ത്യ പർച്ചേസ് നടത്തുന്നത് ഇന്ത്യയിലുള്ള കൺസ്യൂമറിൻ്റെ താല്പര്യങ്ങളനുസരിച്ചാണ് ഇന്ത്യ പർച്ചേസ് ചെയ്യുന്നത്. ഇന്ത്യ മേജറായിട്ട്, അതായത് ഇന്ത്യ ആഗോളതലത്തിൽ ഗ്യാസും ഓയിലും വലിയ തോതിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ പർച്ചേസിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ പർച്ചേസിങ് താല്പര്യം എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇന്ത്യൻ കൺസ്യൂമേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഇതിനകത്ത് കൂടുതൽ കിടന്ന് ഇടപെടേണ്ട ആവശ്യമില്ല. ഇന്ത്യക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് വളരെ വെണ്ടക്കാക്ഷരത്തിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, എൻഷുറിംഗ് സ്റ്റേബിൾ എനർജി പ്രൈസസ് ആൻഡ് സെക്യൂർഡ് സപ്ലൈസ് ഹാവ് ബീൻ ദ ട്വിൻ ഗോൾസ് ഫോർ അവർ എനർജി പോളിസി. ദിസ് ഇൻക്ലൂഡ്സ് a board basing our energy sourcing and diversifying as appropriate to meet market conditions. അതായത് ഈ എണ്ണയുടെ വില പിടിച്ചു നിർത്താനും അപ്പോൾ ഇതിൻ്റെ സപ്ലൈയും പ്രൈസും കൂടി നിലനിർത്താൻ വേണ്ടി രണ്ട് ഫാക്ടറും കൂടെ, അതായത് അവൈലബിലിറ്റി, സപ്ലൈയും ഉണ്ടായിരിക്കണം, അതേപോലെ വില നിലവാരവും കൃത്യമായിട്ടിരിക്കണം. കൂടുതൽ വില അങ്ങ് ഉയർന്നു പോയാലും പ്രശ്നമാണ്. ഒന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പർച്ചേസ് പ്ലാൻ എല്ലാ സ്ഥലത്തും നമ്മൾ നടത്തുന്നത്. അപ്പോൾ അത് നിലവിലുള്ള മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ പർച്ചേസ് നടത്തുന്നത്. ഇതിലൂടെ 2 പോയിന്റാണ് ഇന്ത്യ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഓയിൽ പ്രൈസ് കുറഞ്ഞിരിക്കണം, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഞങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങാതെ അമേരിക്കയുടെ പക്കൽ വരുന്നുവെങ്കിൽ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസ് അനുസരിച്ചുള്ള ആ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾ ഞങ്ങൾക്ക് വിൽക്കാൻ തയ്യാറാവണം. അതനുസരിച്ച് ഇന്ത്യ തീരുമാനിക്കൂ. ഇപ്പോൾ നാളെ തന്നെ നിങ്ങൾ പറയൂ റഷ്യക്കാളും ഒരു 0.50 സെന്റ് കുറച്ചിട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങാം. അതാണ് ഇന്ത്യ പറഞ്ഞു വെക്കുന്നത്. അതിന് അമേരിക്ക തയ്യാറല്ല. എന്നാൽ പോലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെ കൂടുതലാണ് അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ. എന്നിട്ട് ഒരു കാര്യം കൂടി പ്രോഗ്രസീവായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പ്രോഗ്രസീവായിട്ട് പറഞ്ഞാൽ ഇന്ത്യക്ക് താല്പര്യമുണ്ട്, അമേരിക്കൻ എണ്ണ വാങ്ങാൻ താല്പര്യമുണ്ട്. പക്ഷേ അത് വേറെ മറ്റ് റഷ്യൻ ഓയിലെ കുറച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റുള്ള മാർക്കറ്റുകളെ കട്ട് ഓഫ് ചെയ്തുകൊണ്ടല്ല. അതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ
where the US is concerned, we have for many years shout to expand our energy procurement. അതായത് വർഷങ്ങളായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എനർജി പ്രൊക്യൂർമെന്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അത് ഇന്ത്യ വെൽക്കം ചെയ്യുന്നുണ്ട്. ദിസ് ഹാസ് സ്റ്റഡിലി പ്രോഗ്രസ്ഡ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ ഇതിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. അതായത് ഇന്ത്യ കൂടുതൽ എണ്ണ അമേരിക്കയുടെ സൈഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദ കറന്റ് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഹാസ് ഷോൺ ഇൻട്രസ്റ്റ് ഇൻ ഡീപ്പനിങ് എനർജി കോപ്പറേഷൻ വിത്ത് ഇന്ത്യ. ഇന്ത്യയുമായിട്ട് വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു എനർജി കോപ്പറേഷനാണ് പ്രതീക്ഷിക്കുന്നത്. ഡിസ്കഷൻസ് ആർ ഗോയിങ് ഓൺ. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ തീരുമാനത്തിൽ എവിടെയും നമ്മൾ റഷ്യയുടെ സൈഡിൽ നിന്നും എണ്ണ വാങ്ങില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. റഷ്യയുടെ എണ്ണ വാങ്ങില്ല എന്ന് എവിടെയും പറയാൻ പറ്റില്ല. ഇനി ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇങ്ങനത്തെ തീരുമാനങ്ങളൊന്നും ഇന്ത്യക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യ ടഫ് നെഗോസിയേഷൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അമേരിക്കയിൽ നമ്മുടെ ടീംസ് എത്തിയിട്ടുണ്ട്. അവിടെ ട്രേഡ് നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ റഷ്യൻ ഓയിൽ നിർത്തിക്കൊണ്ടുള്ള പരിപാടിയല്ല. ഡൊണാൾഡ് ട്രംപിന് വേണ്ടത് ഒരേ ഒരു വിഷയമാണ്. റഷ്യയ്ക്ക് മേളിൽ പ്രഷർ ഇട്ടുകൊണ്ട് ഇന്ത്യയും ചൈനയും കട്ട് ഓഫ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഉക്രൈൻ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് റഷ്യയുടെ മേളിൽ സമ്മർദ്ദം ഇടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളി ചെയ്യുന്നത് വെച്ചാൽ ചൈനയും ഇന്ത്യയും റഷ്യയുമായിട്ട് ഒന്ന് ഡിറ്റാച്ച് ചെയ്യണം. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് രാജ്യങ്ങളെയും ഒരേപോലെ അമേരിക്കയ്ക്ക് എതിർക്കാൻ കഴിയില്ല. ഡിപ്ലോമാറ്റിക്കലി അമേരിക്കയുടെ പൊസിഷൻ വീക്കാവും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇന്ത്യയെ പതിയെ വളച്ചെടുത്ത് അമേരിക്കൻ ചേരിയിലേക്ക് കൊണ്ടുപോവുകയും ചൈനയ്ക്ക് നല്ല രീതിയിൽ താരിഫ് അടിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചൈനയുടെ മേളിൽ ഞാൻ 500% താരിഫ് കൊണ്ടുവരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 500% താരിഫ് അപ്ലൈ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് അമേരിക്കയ്ക്ക് തന്നെയാണ് ക്ഷീണം ചെയ്യുക. കാരണം അമേരിക്കയിലുള്ള പരമാവധി മാനുഫാക്ചറിങ് യൂണിറ്റുകളെല്ലാം തന്നെ ഈ റെയർ എർത്ത് എലമെന്റ്സ് കൊണ്ട് റൺ ചെയ്യുന്ന കംപ്ലീറ്റ് പ്രോജക്റ്റുകളും സ്റ്റോപ്പ് ആവും. അത് ആദ്യം മനസ്സിലാക്കിക്കോണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് അവർ പറയുന്നത് വെച്ചാൽ ഇന്ത്യ റഷ്യ ഓയിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് അമേരിക്കൻ ചേരിയിലേക്ക് വരിക. അമേരിക്കയുടെ ഉള്ളിലുള്ള ഇപ്പോഴത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ അമേരിക്കയുടെ സൈഡിലോട്ട് എടുക്കുക, ചൈനയുടെ മേളിൽ ഒരു ട്രേഡ് യുദ്ധം, ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുക. ഇതാണ് ഇപ്പോൾ നിലവിൽ അമേരിക്കയുടെ ഒരു പ്ലാൻ. പക്ഷേ ഇത് സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ അവരുടെ സൈഡിൽ പോകണം. പക്ഷേ അതിന് ഇന്ത്യ തയ്യാറല്ല. അപ്പോൾ ഇന്ത്യ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് മേളിൽ ഇനിയും കൂടുതൽ സമ്മർദ്ദങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ഇസ്രായേൽ ഗാസ യുദ്ധം അവസാനിപ്പിച്ച ആ ഒരു ഇതിൽ നിൽക്കുകയാണ് ട്രംപ്. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്തത് മെയിനായിട്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കടുത്ത സമ്മർദ്ദം റഷ്യയ്ക്ക് മേളിൽ ഇടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്നാണ് ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ നിങ്ങൾ റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മേളിൽ സാങ്ഷൻസ് ഒക്കെ കൊണ്ടുവന്ന് ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വരെ ഞങ്ങൾ മടിക്കില്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഭീഷണി തന്നെയാണ്. ഈ ഭീഷണിയാണ് ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത്. അല്ലാതെ റഷ്യൻ ഓയിൽ ഇന്ത്യ നിർത്തിയില്ല. അതും കൂടി നമ്മളിവിടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ള സൈഡിലൊക്കെ ഭയങ്കരമായിട്ടുള്ള എക്സ്പോർട്ട് നടത്തുന്നുവെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എക്സ്പോർട്ട് കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യൻ റുപ്പി ഒന്ന് ഇടിവ് നേരിടുന്നുണ്ട്. അതായത് 88.90 എന്നുള്ള നിലയിലായിട്ടുണ്ട്. നമ്മൾ അമേരിക്കയുമായിട്ട് ചെയ്യുന്ന എക്സ്പോർട്ട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ നമ്മൾ 16 ബില്യൻ്റെ കച്ചവടമാണ് നടത്തിക്കൊണ്ടിരുന്നത്, എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു അമേരിക്കയിലോട്ട്. അത് ഇങ്ങനെ ചെറുങ്ങനെ കുറഞ്ഞ് ഈ താരിഫ് വീണിട്ട് 8 ബില്യനായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റിൽ. സെപ്റ്റംബറിൽ അത് 6 ബില്യനായിട്ട് വീണ്ടും ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതായത് അമേരിക്കയെ തീരെ അവഗണിച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മളിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുവെങ്കിൽ അതിനെ പ്ലസ് ആയിട്ട് കരുതുക. എന്നാൽ അതിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ നഷ്ടക്കണക്കായിട്ട് കരുതേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ മാറ്റി തീർത്തിരിക്കുകയാണ് അമേരിക്കയെ. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തുള്ള കച്ചവടം നടത്തുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു സുപ്രഭാതത്തിൽ അമേരിക്ക തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ട് ഒരു നോർമൽ റിലേഷൻഷിപ്പിലേക്ക് വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇന്ത്യൻ എക്സ്പോർട്ട് അവിടെ സർജ് ചെയ്യും. അങ്ങനെ സർജ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് മാറും. അത് ഈ സ്റ്റോക്കിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഞാൻ എന്താണ് പറയുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ ഇന്ത്യക്കുള്ളിൽ ഒരു ബൂമിംഗ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഇത് ഇന്ത്യ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ തീരെ അമേരിക്ക അങ്ങ് അവഗണിച്ച് അങ്ങ് തള്ളിക്കളഞ്ഞിട്ട് ഇന്ത്യ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ഇതാണ് അമേരിക്കൻ സെനറ്റിൽ പലരും ചൂണ്ടിക്കാണിച്ചത്. അതായത് ഇന്ത്യ ഇങ്ങനെ മാറ്റി നിർത്തി അമേരിക്കയുടെ ഒരു ഡിപ്പെൻഡൻസി വേണ്ട എന്ന് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പം ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യക്ഷത്തിൽ അമേരിക്ക കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അമേരിക്കയെ പേടിപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയുടെ ഈ നിലപാട്. അതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ട് ഒന്ന് അയഞ്ഞ് വരണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഈഗോ ഉണ്ടല്ലോ, അപ്പോൾ ഈഗോ ക്ലാഷ് വിട്ടിട്ട് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പെട്ടെന്ന് പാച്ചപ്പ് ആവാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അമേരിക്ക കുറച്ച് അയഞ്ഞു വരികയാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് മതി, യെസ് ഞങ്ങൾ റഷ്യൻ ഓയിൽ മേടിക്കുന്നത് ഞങ്ങളൊന്ന് റീകൺസിഡർ ചെയ്യാം, ഞങ്ങൾക്ക് US-ഉമായിട്ടും നല്ല ബന്ധം ആവശ്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ കൺസിഡർ ചെയ്യും. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് പറ്റില്ല എന്ന് ട്രംപ് പറഞ്ഞില്ലേ, ഇതേ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ പറയണം. ഇന്ത്യ അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീരും. പക്ഷേ അതിന് ഇന്ത്യ തയ്യാറാവില്ല. ഇന്ത്യ ഇതിന് മറുപടി ആയിരിക്കും കൊടുക്കുക. അതിനിപ്പം 2-3 ദിവസത്തിനകത്ത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇതിനെതിരെ സംസാരിക്കും, ഉറപ്പാണ്.
അപ്പോൾ അത് എന്ത് മറുപടി ആയിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. ഇന്ത്യ എങ്ങനെ ശരിക്കും തീരുമാനിച്ചിട്ടുണ്ടോ, ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു 48 മണിക്കൂർ വെടിനിർത്തൽ, അത് ഫുൾ കോമഡിയാണ്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ തന്നെ ചെയ്തിടാം. കാരണം ഈ 48 മണിക്കൂർ വെടിനിർത്തലേ അത് പാകിസ്ഥാൻ കാല് പിടിച്ചിട്ടാണ് അഫ്ഗാനിസ്ഥാൻ സമ്മതിച്ചിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ അഫ്ഗാനിസ്ഥാൻ പത്രക്കുറിപ്പും പ്രസ്താവന എല്ലാം പുറത്തിറക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇതിലേറെ നാണക്കേടിന് വരാനില്ല എന്നുള്ളതാണ്. കാരണം എല്ലാത്തിനും അവർ വീഡിയോ പ്രൂഫ് എടുത്ത് പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. വെനിസുലയുടെ മേളിൽ അമേരിക്കയുടെ കഴുകൻ കണ്ണുകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നേരത്തും എന്തും സംഭവിക്കാം. CIA ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വെനിസുലയുടെ മാറ്റർ CIA ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഇന്റലിജൻസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്റലിജൻസ് തീർച്ചയായിട്ടും അവർ നടത്തുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അട്ടിമറിയാണ്. അവർ വെനിസ്വലയുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പൊളിറ്റിക്കൽ അട്ടിമറിക്കുള്ള സാധ്യതയാണ് അമേരിക്ക അന്വേഷിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് യുദ്ധം നടത്തുന്നതിന് പകരം, ആ രാജ്യത്തെ മേളിൽ ബോംബിടുന്നതിന് പകരം അവർ ഇൻസൈഡ് ഒരു അൺസർട്ടനിറ്റി ഉണ്ടാക്കിയിട്ട് ഒരു പ്രൊട്ടസ്റ്റ് മാതിരിയുള്ള എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ഓൾറെഡി തന്നെ ഓപ്പോസിറ്റ് പാർട്ടി ലീഡർക്ക് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ അപ്രൂവൽ റേറ്റ് കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇവരെ ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാനും അവിടെ ഉള്ളിലേക്ക് ഒരു പൊളിറ്റിക്കൽ അട്ടിമറി, അതാണ് ഇപ്പം അമേരിക്ക പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് CIA ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ജപ്പാന്റെ മേളിലും അമേരിക്ക പ്രഷർ ഇടുന്നുണ്ട്. ജപ്പാൻ ഇപ്പോഴും 8% എനർജി റഷ്യയുടെ കയ്യിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഒരു മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിട്ട് ജപ്പാനും ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് അമേരിക്ക. അതായത് ആഗോളതലത്തിൽ പ്രഷർ ഇടുകയാണ് റഷ്യക്ക് മേളിൽ. റഷ്യയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഹൈ പ്രഷർ അപ്ലൈ ചെയ്ത് യുദ്ധം നിർത്തണമെന്നാണ് ഇപ്പം ട്രംപിന്റെ മെയിൻ ആയിട്ടുള്ള അജണ്ട. അതുപോലെ ഇറാൻ 2 ഫ്രഞ്ച് പൗരന്മാരെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇവരെ പത്രപ്രവർത്തകരാണ്. ഈ മാധ്യമ പ്രവർത്തകരെ പിടിച്ചു വെച്ചിട്ട് ഇവർ പറയുന്നത് ഇവരിവിടെ രഹസ്യം ചോർത്താൻ വന്നതാണ്, ഇന്റലിജൻസ് ഇൻഫർമേഷൻ ശേഖരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ ഒരു കേസിന്റെ പേരിലാണ് ഇവർ 2 പേരെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഇവർ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഇവർക്ക് വധശിക്ഷ അത് വിധിച്ചിട്ടുണ്ട്. വളരെ ഷോർട്ട് ആൻഡ് ഡേയ്സ് ആണ്. ഒരു 8-10 ദിവസത്തിനുള്ളിൽ ഇവരെ വധിക്കുമെന്നാണ് പറയുന്നത്. ഫ്രാൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് നയതന്ത്ര നീക്കങ്ങൾ ഇപ്പോൾ മുന്നോട്ട് നീക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും റഷ്യയെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ട്രംപ് ഒരു ഏകാധിപതിയുടെ ആ ഒരു ശൈലി പിന്തുടരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിലിപ്പം ഏറ്റവും കൂടുതൽ ചെസ് ബോർഡിൽ ഇരിക്കുന്ന 2 കോയിനുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ചൈനയും. ഇന്ത്യയെ അമേരിക്കയോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം അമേരിക്ക നടത്തും. അതേസമയം ചൈനയ്ക്ക് മേളിൽ യഥാർത്ഥത്തിലുള്ള വ്യാപാര യുദ്ധം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഈ രണ്ട് സാഹചര്യങ്ങൾക്കാണ് വഴിയൊരുങ്ങുന്നത്. ചൈന ഗിവ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗ്ഗമാണ്, ഈ റെയർ എർത്ത് എലമെന്റ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഒരു പരിധിവരെ രക്ഷപ്പെടാം. ഇന്ത്യക്കും ഇതേപോലെ സമ്മർദ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എങ്ങാനും ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ത്യയുടെ മേലുള്ള സമ്മർദ്ദത്തിന് പിന്നെ യാതൊരു പ്രസക്തി ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ അങ്ങ് പ്രഷർ ഇടാൻ പറ്റില്ല. പിന്നെ മാനസികമായിട്ട് എന്തെങ്കിലും വൈരാഗ്യങ്ങൾ വെച്ചുകൊണ്ട് ട്രംപ് അതിലേക്ക് അങ്ങ് ഇറങ്ങി വന്നാലായി. ഇതാണിപ്പോൾ നിലവിലെ ഇന്ത്യ റഷ്യ ഓയിൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.